എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അനൂസ് വേൾഡ് ഓഫ് ഹാപ്പിനെസ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു വൈറൽ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യാൻ പോവാണ്. നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് പാക്ക് ഷെയർ ചെയ്തിട്ടുള്ളത് രഞ്ജു രഞ്ജിമർ മാമാണ്. നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരാളാണ്, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ വിത്ത് ഓൾ റെസ്പെക്ട് മാമിന് ഒരുപാട് താങ്ക്സ് പറയുകയാണ് ഇത്തരത്തിൽ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ഞങ്ങളുമായിട്ടൊക്കെ ഷെയർ ചെയ്തതിന്. അപ്പോൾ എൻ്റെ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് നല്ല ഓയിലി സ്കിൻ ടൈപ്പാണ്, അതുപോലെ തന്നെ ആക്നെ പ്രോൺ അല്ലെങ്കിൽ പിമ്പിൾസ് വരുന്ന രീതിയിലുള്ള ഒരു സ്കിൻ ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാം ഷെയർ ചെയ്തിട്ടുള്ള ആ ഒരു റെമഡി എന്ന് പറയുന്നത് എനിക്ക് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 3-4 ഡേയ്സ് ആയിട്ട് ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എൻ്റെ ഫേസിൽ നല്ല രീതിയിൽ പിമ്പിൾസ് ഈ ഭാഗത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴാണ് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയത് ആ ഒരു സമയത്ത് തന്നെ എൻ്റെ ഫേസിൽ പിമ്പിൾസ് വരുന്നത് കംപ്ലീറ്റ് ആയിട്ട് നിന്നു. പിന്നെ ഉള്ള പിമ്പിൾസ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെ മങ്ങിപ്പോവാണ് ഉണ്ടായത്. അതായത് ഇങ്ങനെ വീർത്ത് പൊങ്ങി പൊട്ടി വരിക എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടല്ലോ, അങ്ങനെ വരാതെ തന്നെ അത് മങ്ങിപ്പോവാണ് ഉണ്ടായത്. ഇത് യൂസ് ചെയ്തപ്പോൾ തോന്നിയ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്കിന്നിൽ ആ ഒരു ഓയിൽ ടെക്സ്ചർ അല്ലെങ്കിൽ ഓയിൽ ഒരുപാടായിട്ട് ഈ ഒരു ചീക്കിൻ്റെ ഈ ഒരു ഭാഗത്തും നോസിൻ്റെ ഭാഗത്തും ഉള്ളത് നന്നേ കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നല്ല ഒരു ബ്രൈറ്റ്നെസ്, ഒരു ഗ്ലോയിങ് ഫേസിൽ വന്നിട്ടുണ്ട്. ആ ഒരു ഫേസ് പാക്ക് ആണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് എന്താണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ നമുക്ക് വൈകേണ്ട, വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സൺ ടാൻ കുറയ്ക്കാനും അതുപോലെ പിമ്പിൾസ് വരുന്നതൊക്കെ കുറയ്ക്കാനും വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ടാൻ ഉള്ളവർക്കും പിമ്പിൾസ് ഒക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഇതിൽ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിൽ ചില വ്യത്യാസമുണ്ട്. എന്നാലും നമ്മളിതിൽ മെയിൻ ആയിട്ടുള്ള ബേസ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത് റാഗി പൗഡറാണ്. അപ്പോൾ റാഗി പൗഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൂവരകിൻ്റെ പൊടി, കൂവരക എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ റാഗി പൗഡർ എന്ന് പറയും. അപ്പോൾ ഞാൻ ഇതിവിടെ ഒരു 2 സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബൗളിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളെ സ്കിന്നിലുള്ള ഓയിൽ കണ്ടന്റ് അല്ലെങ്കിൽ ഓയിൽ പ്രൊഡക്ഷനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ സ്കിന്നിനകത്തുള്ള ഒരു ഓയിൽ നേച്ചർ പെട്ടെന്ന് നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ തന്നെ കുറയുന്നതായിട്ട് കാണാനും പറ്റും. ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനും ടാനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് 2 സ്പൂണാണ് ആവശ്യമായിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പാലാണ് കേട്ടോ. പാലെന്ന് പറയുന്നത് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള പശുവിൻ്റെ പാലാണ്. അപ്പം അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാക്കറ്റിൽ വരുന്ന പാലെടുക്കാം. ഫേസ് പാക്കിന് ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിക്ക് എത്രയാണോ പാല് വേണ്ടത് ആ അളവിലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ചൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാലിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാം. നാച്ചുറൽ ആയിട്ടൊരു ക്ലെൻസറാണ്. അതുപോലെ തന്നെ നമ്മളെ സ്കിന്നിനെ നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്താണ്, നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ്സും അല്ലെങ്കിൽ ഒരു സ്കിൻ വൈറ്റനിങ് പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഈ ഒരു പാലെന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ലെമൺ ആണ് കേട്ടോ. അപ്പോൾ ചില ആൾക്കാർക്ക് ലെമൺ അലർജി ആണെന്നുണ്ടെങ്കിൽ ഓറഞ്ച് നീരോ അല്ലെങ്കിൽ തക്കാളിയുടെ ജ്യൂസൊക്കെ എടുക്കാമെന്ന് പറയുന്നുണ്ട്. എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ബ്ലീച്ചിങ് ഏജന്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ഒക്കെ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ലെമൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതാ കണ്ടല്ലോ, നമ്മുടെ റാഗി പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ കണ്ടല്ലോ, നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് ലെമൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ലെമൺ നമ്മളൊരു 2-3 ഡ്രോപ്സ് ആണ് ആഡ് ചെയ്യുന്നത് കേട്ടോ, ഒരുപാട് വേണ്ട. മിക്സ് ചെയ്യാം കേട്ടോ. ഫേസിലുള്ള ഈ ഒരു പൊട്ടും ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് വന്നിട്ട് എങ്ങനെയാണ് ഫേസ് നിങ്ങളെ ആദ്യമേ ഒന്ന് കാണിക്കുക. അതിനുശേഷമുള്ള ആഫ്റ്റർ റിസൾട്ടും കൂടെ നിങ്ങളൊന്ന് കണ്ടുവെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫേസിൽ ഇപ്പോൾ മേക്കപ്പും കാര്യങ്ങളൊന്നുമില്ല, കണ്ണെഴുതിയിട്ടുണ്ട്. അത് ഞാൻ വാഷ് ചെയ്ത് കളഞ്ഞില്ല, കാരണം നമ്മൾ ഈ ഒരു ഭാഗം കവർ ചെയ്യാതാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഫേസ് പാക്ക് ഇടുന്നതിന് മുമ്പുള്ള ഒരു ഇതെന്ന് പറയുന്നത്. കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട്, ഇതിപ്പോൾ ദൂരെ നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഭാഗത്തൊക്കെ ചെറുതായിട്ട് കാണുന്നുണ്ടല്ലോ, പിമ്പിൾസും കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് നല്ലൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കിത് ബ്രഷൊക്കെ വെച്ച് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഉള്ളതുകൊണ്ട് നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഞാൻ ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നെക്കിൻ്റെ ഭാഗത്തും കവർ ചെയ്തിട്ടുണ്ട്. അണ്ടർ ഈ ഏരിയ 2 ഒഴിച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ 20 മിനിറ്റ്സ് ആണ് കേട്ടോ വെക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നമുക്കിത് 7 ഡേയ്സ് യൂസ് ചെയ്യുമ്പോൾ തന്നെ വലിയൊരു ഡിഫറൻസ് നമ്മുടെ ഫേസിന് ഉണ്ടാവും. അല്ലെങ്കിൽ ആ പിമ്പിൾസ് വരുന്നത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു 4 ഡേയ്സ് ആയപ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്ത് തുടങ്ങി. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ചേഞ്ച് എത്രമാത്രം ആണെന്നുള്ളത് 20 മിനിറ്റ്സിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. കുറേ ഭാഗമൊക്കെ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നാലും ചില ഭാഗത്ത് എനിക്ക് തോന്നുന്ന നമ്മൾ മിക്സ് ചെയ്തതിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും, ഉണങ്ങാനുണ്ട്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്ത് ഒരു മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ.
ഇത് കംപ്ലീറ്റ് ആയിട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ട് റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം.